ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ബേസ് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ ട്രാവൽ ബ്ലോഗാണ്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് ചെറിയൊരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ ഒന്ന് രണ്ട് ഒഫീഷ്യലായിട്ടുള്ള മീറ്റിങ്സൊക്കെ ഉണ്ടായത് കാരണം എല്ലാം കൂടെ ഒരു വഴിക്ക് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോയത് മറീന അക്വാ വേൾഡ് എന്നുള്ള സ്ഥലത്താണ്. ഇത് തൃശ്ശൂരിലുള്ള പഞ്ചവടി ബീച്ചിനടുത്ത് തന്നെയാണുള്ളത് കേട്ടോ. നമുക്ക് ബീച്ചും ഇതിനോടൊപ്പം എക്സ്പ്ലോർ ചെയ്യാം, പക്ഷേ ഞങ്ങൾക്ക് അതിന് സാധിച്ചില്ല, നല്ല വെയിലായിരുന്നു. അപ്പോൾ ഈ ഇതിനുള്ളിലേക്ക് കടന്നു കഴിയുമ്പോൾ വീൽ ചെയർ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും, അത് ആവശ്യമുള്ളവർക്ക്. അതുപോലെ തന്നെ നിരവധി വിശ്രമ സ്ഥലങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. എതിർവശത്തായിട്ട് ഒരു ചിൽഡ്രൻസിന് പാർക്ക് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ക്ലൈമറ്റ് ഒട്ടും സൂട്ടബിൾ അല്ലാത്തത് കാരണം കുഞ്ഞുങ്ങളെയൊന്നും അവിടെ കാണാൻ സാധിച്ചില്ല. അതിനോടൊപ്പം തന്നെ ബേർഡ്സിനൊരു പാർക്കുണ്ട്. 6D മൂവി കാണാനും ഹൊറർ മൂവിയൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ അത് ആസ്വദിക്കാനുമുള്ള ഏരിയ ഇതിനോടൊപ്പം തന്നെയുണ്ട്. റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ചെറിയ ചെറിയ ഐസ്ക്രീം പാർലേഴ്സ്, അങ്ങനത്തെ സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അകത്തോട്ട് കടന്നു കഴിഞ്ഞാൽ അനവധി കാഴ്ചകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാറിനുള്ളിൽ വളരെ മനോഹരമായിട്ട് ഫിഷുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളിലുള്ള ഇനങ്ങളിലുള്ള മീനുകളെ വളരെ കണ്ണിന് വളരെ ആനന്ദകരമായിട്ടുള്ള കാഴ്ചയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് നഷ്ടമായിട്ട് തോന്നില്ല ഇതിനുള്ളിൽ കയറിയാൽ. അതുപോലെ തന്നെ ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അക്വേറിയമാണ് കേട്ടോ. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ സിലിണ്ടർ അക്വേറിയം കൂടിയാണിത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 10 തൊട്ട് 5:30 വരെയാണ്. എല്ലാ ദിവസവും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. 2 നിലകളിലായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഒരുപാട് ആളുകളെ അവിടെ കാണാൻ സാധിച്ചിരുന്നു, കാരണം വെക്കേഷനാണ്. അതുപോലെ തന്നെ പല തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും അതുപോലെ ഹിന്ദി സംസാരിക്കുന്ന പല ആളുകളെ അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ടൈം കിട്ടുമ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ സെൽഫായിട്ടൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണ്. നിങ്ങൾക്ക് ഒട്ടും പൈസയൊന്നും നഷ്ടമാവത്തില്ലെന്ന് ഞാൻ ഉറപ്പ് തരാണ്. ഞാൻ പേഴ്സണലി അഡ്വൈസ് ചെയ്യാണ്. ഓക്കെ, പിന്നീട് പറയാനുള്ളത്, നമുക്കവിടെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഫിഷ് സ്പായാണ്. ഞാൻ അതിന് മുമ്പ് വേറെ എങ്ങും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. എത്ര സമയം വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരുപാട് ആളുകളാണ് അത് വന്ന് ചെയ്തിട്ട് പോയതായിട്ട് കണ്ടിട്ടുള്ളത്. ഒരു വലിയ ഏരിയ തന്നെ അതിനുവേണ്ടി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലെ ഏറ്റവും വലിയ സിലിണ്ടറിക്കൽ അക്വേറിയമാണ്. അത് നമുക്ക് ഈ ഒരു ഭാഗത്തിൽ നമുക്കത് നോക്കിയാൽ കാണാൻ സാധിക്കും. ഓക്കെ, ദുബായിൽ ഇതുപോലത്തെ ഇതിൻ്റെ ഇരട്ടി വലിപ്പമുള്ള വിസ്താരമുള്ള അക്വേറിയം ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഇത് കുറച്ച് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ഫിഷ് സ്പായും അതുപോലെ കാറിനുള്ളിലും ജീപ്പിനുള്ളിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ചില കാഴ്ചകളൊക്കെയാണ്. അതുപോലെ സ്കൂബ ഡൈവിങ് വേഷത്തിലുള്ള ആളുകൾ മീനുകൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി വരുന്നതായിട്ട് കണ്ടു. അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ ഫിഷ് ഫീഡിങ് എന്നുള്ളത്. അതൊക്കെ നമുക്ക് ഈ പാക്കേജിനുള്ളിൽ തന്നെ ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ പോയത് ആതിരപ്പള്ളി വാട്ടർഫോളിലാണ്. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ദിനംതോറും സിനിമകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ്. പക്ഷേ എത്ര കണ്ടാലും നമുക്ക് അതിനോടുള്ള ഒരു മടുപ്പ് മാറില്ല എന്നതാണ് വാസ്തവം. പക്ഷേ ഭയങ്കര ചൂടായത് കാരണം ജസ്റ്റ് മേളിൽ നിന്ന് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. താഴോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ വിശാലമായ കാഴ്ചകൾ അവിടെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ പോയില്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും കുറച്ചെങ്കിലും ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം. കൂടുതൽ ആളുകളിലേക്കൊക്കെ പാസ് ചെയ്യാൻ ശ്രമിക്കുക, മറ്റുള്ളവർക്ക് ഇൻഫർമേഷൻ കിട്ടട്ടെ. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു സമയത്ത്, ഇനി 1 മാസം കൂടെ ഉള്ളൂ സ്കൂൾ തുറക്കാൻ വേണ്ടി, ഈ ഒരു സമയത്ത് കുട്ടികളെയും കൊണ്ട് അത്യാവശ്യം നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലുമൊക്കെ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അവർക്കൊരു ചേഞ്ച് ആയിക്കോട്ടെ. അവർക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡൊക്കെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നമുക്കും അവർക്കും ഒരേപോലെ മനസ്സ് നിറയും. കുട്ടികൾ സ്കൂളിലൊക്കെ ചെന്ന് മറ്റു കുട്ടികളിങ്ങനെ ഓരോ കഥ അവിടെ പോയി പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്കും വിഷമമാകാതിരിക്കട്ടെ. അപ്പോൾ നിങ്ങളടുത്തുള്ള ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകുക. ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഫുഡുകൾ വാങ്ങിച്ചു കൊടുക്കുക. നമ്മൾക്കും അവർക്കും ഒരേപോലെ മനസ്സ് നിറയ്ക്കുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.